എൻ്റെ വീട്ടിൽ ജോലിയൊക്കെ കഴിഞ്ഞ് സുഖമായി റെസ്റ്റ് എടുക്കുന്ന സമയമായിരുന്നു. അപ്പോൾ മാമൻ്റെ മോള് ഫോൺ ചെയ്തിട്ട് പറഞ്ഞു തീരുമാ വായോ നമുക്ക് സെറ്റപ്പ് കളിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചായിരുന്നു. അങ്ങനെ സെറ്റപ്പ് കളിച്ച് മടുത്തപ്പോഴാണ് മഴയൊക്കെ അല്ലേ നമുക്ക് ഷവർമ്മ മേടിക്കാൻ പോയാലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ പൈസ പിരിച്ചിട്ട് ഷവർമ്മ മേടിക്കാൻ പോകാൻ നിൽക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് എടുത്ത തീരുമാനമാണ്. അപ്പോൾ അവൾ വീട് എവിടെയാണ്, ഞാൻ അവളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് മേടിക്കും. ഇവിടെ നിന്നാണ് കേട്ടോ ഞങ്ങൾ ഷവർമ്മ മേടിക്കുന്നത്. ഷവർമ്മ ഇല്ല, കുറച്ചധികം ഐറ്റംസ് മേടിക്കുന്നുണ്ട്. എൻ്റെ മാമൻ്റെ മോൾ ഓർഡർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റോട്ടിലൊന്നും ഒരു മനുഷ്യന്മാരില്ല, ഇന്ന് ഹർത്താലായത് കൊണ്ടായിരിക്കും. ഒറ്റ ആളില്ല, അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. പക്ഷെ ഇപ്പോൾ കണ്ടോ റോഡ് ഒഴിഞ്ഞ് കിടക്കുന്നുണ്ട്. കുറച്ച് വണ്ടികളൊക്കെ ഉണ്ട്. എന്നാലും തീരെ വണ്ടികളില്ലാത്തില്ല. ഇപ്പോൾ അതാ തിരക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഷവർമ്മ മേടിച്ചിട്ട് കാണാം. അവിടെ ഓർഡർ പറഞ്ഞിട്ടുണ്ട്, ആവാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഞാനിവിടെ മാറി നിൽക്കണം. ഹെൽമെറ്റ് ഉറങ്ങുമ്പോഴും കൂടി ഇടാറുണ്ട് എന്നൊക്കെ ആൾക്കാർ എന്നെ ട്രോളാറുണ്ട്. ഹെൽമെറ്റ് കാരണം മൊത്തം അതുപോലെയാണ് തട്ടം കുത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് അഴിച്ച് കഴിഞ്ഞാൽ ഫുള്ള് മുടിയൊക്കെ ഒന്ന് പരന്ന് അങ്ങനെ വൃത്തികേടാവും. സിമ്പിളായിട്ട് വെറുതെ കുത്തിയില്ല. ഇപ്പം നമ്മളിവിടെ മാത്രമല്ലേ വരുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ ഹെൽമെറ്റ് ഇട്ടിട്ടാണ് വന്നത്. അതുകൊണ്ടാണ് മിക്ക വീഡിയോയിലും ഹെൽമെറ്റ് അഴിക്കാത്തത്. പിന്നെ എനിക്ക് ഇട്ട് അഴിക്കാൻ ഭയങ്കര റിസ്ക്കാണ്. അതൊരു സെറ്റിൽ അങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനുള്ള ഇന്നിപ്പോൾ ഹർത്താൽ പോലെയൊന്നുമില്ല. ഒരുവിധം നല്ല തിരക്കൊക്കെ ഉണ്ട് കേട്ടോ ടൗണിൽ. കുട്ടികളെ കൊണ്ടും ഒക്കെ മഴയല്ലേ, എല്ലാവരും ഫുഡ് മേടിക്കാൻ വന്നുകൊണ്ടിരിക്കുകയാണ് തോന്നുന്നു. കഴിക്കാനും ഓരോന്നൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറേ പേരുണ്ട് ഇന്ന് റോട്ടിൽ. മഴ ചെറുതായിരിക്കുന്നുണ്ട്. ഇത്ര നേരം ഉണ്ടായിരുന്നു ഇവിടെ മഴ. ഇപ്പോൾ കുറച്ച് പാറിയും കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ കോട്ട് എന്നെടുക്കാതെ പിച്ച് മഴ പെയ്യും. കോട്ട് എടുത്ത് വണ്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം മഴയുണ്ടാവില്ല, ചാറിലുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. പെട്ടെന്ന് തന്നെ നന്നായിട്ട് മഴ പെയ്തോട്ടോ. അപ്പോൾ ഞങ്ങൾ കടേൻ്റെ ഉള്ളിൽ കയറി നിൽക്കുകയാണ്. അവളവിടെ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ ചെറുതായിട്ട് നനഞ്ഞതിന് ശേഷം അവർ പറഞ്ഞു താത്ത ഉള്ളിൽ കയറി വന്ന് നിൽക്കുക പറഞ്ഞപ്പോൾ അങ്ങനെ കയറി നിന്നതാണ് കേട്ടോ. അവിടെ അങ്ങനെ തനിച്ച് നിന്ന് പോസ്റ്റ് അടിച്ച് മതിയായി. ഇപ്പോൾ ഷവർമ്മ ഉണ്ടാക്കുന്നത് നോക്കാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ ബായി ഇങ്ങനെ നോക്കുന്നുണ്ട്, അയാൾ എടുക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അയാളെന്നെ എടുത്തിട്ടില്ല. പിന്നെ നമ്മൾ എവിടെ പോയാലും കാണും ഈ ഒരു സൊമാറ്റോ. ഈ സൊമാറ്റോക്കാരെ കൊണ്ട് നമുക്ക് മേടിക്കാൻ പോണവർക്ക് കിട്ടാൻ ഭയങ്കര ഡിലേ ആവാറുണ്ട്. പക്ഷെ നമ്മൾ അതിൽ ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ പെട്ടെന്ന് കിട്ടാറുണ്ട്. അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഇവർ. ഇത് ഞങ്ങൾ ആദ്യം ഇരുന്ന വീട് ഇതിൻ്റെ ബാക്ക് വശമായിട്ടാണ് വരിക. പക്ഷെ മഴ പെയ്തിട്ട് ഇങ്ങനെ റോഡ് മേടിച്ചിട്ടുണ്ട്. ഇനി വഴിയിൽ നിന്ന് ഒരാളെ കൂടെ പിക്ക് ചെയ്യാനുണ്ട്. ഇത് ചൂടാറുമ്പോഴത്തേനും കഴിക്കുകയും ചെയ്യണം. മഴ ചെറുതായിട്ട് ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. നന്നായി തുടങ്ങുമ്പോഴത്തേനും വീടെത്താം. നന്നായി മഴയും കൊണ്ട് പെട്ടത് പോയി സമൂഹം സർപ്രൈസ് ചെയ്തിട്ടോ. ആളെ ഷോക്കായിട്ട് നോക്കുക. മഴയാണെങ്കിൽ എൻ്റെ കൂടെ വന്ന് കുട്ടിയൊക്കെ നനഞ്ഞ് കുളിച്ചു. കണ്ടോ മഴ എന്ന് പറഞ്ഞാൽ മഴ കണ്ണ് കാണാത്ത പോലെയാണ് വെള്ളം കണ്ണിലടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം മഴ ഇപ്പോൾ ചെറുതായിട്ട് നിന്നിട്ടുണ്ട്. നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ. എന്തായാലും ഈ എക്സ്പീരിയൻസ് നന്നായിട്ടുണ്ടായിരുന്നു.